ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എവർക്കും ഫുഡയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റയൽ മാഡ്രിഡിനെ ഇന്നലെ സെൽറ്റ വിഗോ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ലാ ലീഗയിൽ. ഇതോടെ ബാഴ്സയുമായുള്ള പോയിന്റ് വ്യത്യാസം 4ആയി. അപ്പോൾ എനിക്ക് ഈ ഒരു മത്സരത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങളെ പറയാനുള്ളൂ. ഒന്നാമത്തത്, റയൽ മാഡ്രിഡിന്റെ പരിശീലകനായിട്ടുള്ള സാബി. റയലിന്റെ കോച്ചാകാൻ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലേയേഴ്സിനെ, സൂപ്പർ പ്ലേയേഴ്സിനെ മാനേജ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റിയാണ്. സാബിക്ക് അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂപ്പർ താരങ്ങളെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ സാബി മോശമാണ്. അത് നമ്മൾ എന്തായാലും അങ്ങനെ പറഞ്ഞേ പറ്റൂ, അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ഈ ഒരു സാബി വന്നിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായി. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ടീമിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനുള്ള കാരണം അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ആ ഒരു താരങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നത് തന്നെയാണ്. ഓക്കെ, ഇനി ഈ ഒരു മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ സാബി അലൻസോയുടെ ടാക്ടിക്സിലെ ഒരു ബിഗ് എറർ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിഫൻസ് ലൈന് പ്രോപ്പറായിട്ട് സെറ്റ് ആകും. എന്നാൽ ഡിഫൻസിന് മുന്നിൽ ഒരു ഗ്യാപ്പാണ്. നിങ്ങൾ ആ 2 ഗോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മാൻ മാർക്കിംഗ് പൂവർ ആയിട്ടുള്ള മാൻ മാർക്കിംഗ് ആണ്. ആ ഒരു 2 ഗോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിനു മുമ്പ് 1-1 സമനിലയായ ഒരു മാച്ച് ഉണ്ടായിരുന്നു ലാ ലീഗയിൽ. തുടർച്ചയായി 3 മാച്ച് സമനിലയായ, അതിൽ 3ാമത്തെ മാച്ച്. അതിൽ വന്നിട്ടുള്ള ഗോൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡിഫെൻസീവ് മിഡിന്റെ ആ ഒരു ക്ലിയർ ആയിട്ടുള്ള എറർ, മാൻ മാർക്കിംഗ് അവർ ചെയ്യുന്നില്ല. അവർ ചുമ്മാ ജോഗ് ചെയ്യുകയാണ്. പല ആൾക്കാരും പറയുന്നത് നിങ്ങൾ കേട്ടും കാണും. അവർ ചുമ്മാ ജോഗ് ചെയ്യുകയാണ്. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല. ആ ഒരു ടാക്ടിക്സിലുള്ള ആ ഒരു എററാണ്. ആ ഒരു എറർ ഇതുവരെ ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ ഈ കുറേ മാച്ചിൽ സെയിം എറർ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു എറർ ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു എറർ കറക്റ്റായിട്ട് സെൽറ്റിക് കോച്ച് മനസ്സിലാക്കി, അവർ സ്റ്റഡി ചെയ്തിട്ട് വന്നു, അവർ പഠിച്ചു വന്നു. ഈ ഒരു മാച്ചിൽ ആ ഒരു പർട്ടിക്കുലർ എറർ മനസ്സിലാക്കിയിട്ടാണ് സെൽറ്റിക്കിന്റെ ആ ഒരു പ്ലാൻ വന്നിട്ടുള്ളത്. പ്രോപ്പറായിട്ട് അവർ പ്ലാൻ ചെയ്തു, പ്രോപ്പറായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു. അവർ 2 ഗോളും അടിച്ചു. മാത്രമല്ല 3 പോയിന്റും അവർ കൊണ്ടുപോയി. അതും സാന്റിയാഗോ ബെർണബ്യൂവിൽ വെച്ച് ഒരു എവേ മാച്ചിൽ. റയലിന്റെ ഹോമിൽ, ഇപ്പോൾ സാധാരണ റയലിന്റെ ഹോമിൽ 4-5 ഗോളിനൊക്കെ തോറ്റിട്ടുണ്ട്. അതൊക്കെ കോമൺ, അതൊക്കെ ഫുട്ബോളിന്റെ ഒരു ഭാഗമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ ഒരു മിഡ് ടേബിൾ ടീമിനോട് അവർ 2 ഗോൾ കൺസീഡ് ചെയ്തു എന്നത് മാത്രമല്ല, ആ 2 ഗോളും വന്നിട്ടുള്ള രീതി. ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ടച്ചാണത് ആ ബോളിലേക്ക്. അതൊരു പവർഫുൾ ഷൂട്ടൊന്നുമല്ല. രണ്ടാമത്തതിൽ ഷൂട്ടേ അടിച്ചിട്ടില്ല. രണ്ടാമത്തെ ഗോൾ കണ്ട സമയത്ത് ഇത് റയൽ മാഡ്രിഡ് ആണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. കാരണം അത്രയും മോശമാണ് ആ 2ാമത്തെ ഗോൾ വന്നിട്ടുള്ള രീതി. നോക്കുക, കീപ്പറേയും മറികടന്നിട്ട് ആ ഒരു പ്ലെയർ ഈസി ആയിട്ട് ആ ഒരു ഗോൾ പോസ്റ്റിലേക്ക് നടന്നു പോകുന്ന പോലെയാണ്. ബോളും കൊണ്ട് തട്ടി പോവാണ് ഗോൾ പോസ്റ്റിനകത്തോട്ട്. റയൽ മാഡ്രിഡ് ആണ് ഇവര്. അപ്പോൾ റയൽ തിരിച്ചു വരും, അതിലൊന്നും ഒരു സംശയമില്ല. റയൽ ഇതിലും സ്ട്രോങ് ആയിട്ടൊക്കെ തിരിച്ചു വരും. കാരണം മാഡ്രിഡ് അങ്ങനെയാണ് പണ്ട് മുതലേ. പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഈ ഒരു ടാക്ടിക്കൽ എറർ, ടീമിലെ സൂപ്പർ താരങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല, ഈ ടാക്ടിക്കൽ എറർ മറ്റ് ടീമുകൾ കണ്ടുപിടിച്ചു തുടങ്ങി. അടുത്ത മാച്ച് ആരുമായിട്ടാണ് അടുത്ത മാച്ച് എന്നറിയാലോ. UCL അടുത്തൊരു വമ്പൻ മാച്ച് റയലിനെ കാത്തിരിപ്പുണ്ട്, മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ. അപ്പോൾ അങ്ങനത്തെ വലിയ മാച്ചസ് ഒക്കെ വരുമ്പോൾ, വലിയ മാൻ സിറ്റിയുടെ പെപ് ഗാർഡിയോള ഈ ഒരു റയലിന്റെ ഈ ഒരു മിസ്റ്റേക്ക് നോട്ടീസ് ചെയ്ത് കാണും. ഒരു സംശയവും വേണ്ട, നോട്ടീസ് ചെയ്ത് കാണും. പിന്നെ കുറെ ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാക്ക് ചെയ്യണം, സാബിയെ സാക്ക് ചെയ്യണം, പുതിയൊരു കോച്ചിനെ കൊണ്ടുവരണമെന്നാണ്. അതിനുള്ളതൊന്നും ആയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം സീസൺ നന്നായിട്ടാണ് സാബിയുടെ ടീം തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, അത്യാവശ്യം നല്ലൊരു ടാക്ടിക്സ് ഉണ്ട് അവർക്ക്, അതിലൊന്നും ഒരു സംശയമില്ല. സാബിയുടെ ഇതിന് മുമ്പത്തെ മത്സരങ്ങൾ, ഇതിന് മുമ്പ് അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്ന ലെവർകുസനിലെ മാച്ചസ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് നല്ല പ്രോപ്പർ വിഷനും പ്രോപ്പർ പ്ലാനിങ്ങും പ്രോപ്പർ ടാക്ടിക്സും എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. റയലിലെ ഈ ഒരു പ്രശ്നം അദ്ദേഹം സോൾവ് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ റയൽ ഫാൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഈ ഒരു മാച്ചിനെ കുറിച്ചും അതുപോലെ ഈ ഒരു ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.